ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമുക്ക് ചന്ദ്രഗ്രഹണം, പിന്നെ ആറ്റുകാല് പൊങ്കാല ഇതൊക്കെ ആയിരുന്നല്ലോ. ഞാൻ പൊങ്കാലയൊന്നും ഇട്ടിട്ടുണ്ടായില്ലല്ലോ. ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തോ സാധിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും കൂടെ. അന്ന് പിന്നെ നമ്മൾ ഇതുപോലെ വ്ളോഗൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നേരത്തെ ഫുഡൊന്നും ഇന്ന് ഉണ്ടാക്കണ്ട, ഇന്നേട്ടൻ പാലക്കാട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ കൂടുതലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എപ്പോഴും വലിയ സെലിബ്രിറ്റി, എനിക്ക് ആറ്റുകാൽ പൊങ്കാലയൊക്കെ കണ്ടിട്ട് സെലിബ്രിറ്റികൾ പൊങ്കാല ഇടുന്നത് കാണാനൊക്കെ ആയിട്ടായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. എന്നെപ്പോലെ തന്നെ നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ പക്ഷേ ബിഗ് ടി വി ആണ് നമുക്കതിനൊരു വ്യത്യാസം ഉണ്ടാക്കി തന്നു അല്ലേ. നമ്മൾക്ക് സാധാരണക്കാർ പൊങ്കാല ഇടുന്നത് അവരൊക്കെ കാണിച്ചിട്ട് എത്രയോ ആൾക്കാരല്ല പണ്ട് എപ്പോഴും നമ്മൾ പറയില്ലേ, ചിപ്പി പൊങ്കാല ഇട്ട് ചിപ്പി, അതൊരു വല്ലാത്തൊരു രസമായിരുന്നു. ചിപ്പീനെ കാണാൻ വേണ്ടി എന്നാണ് ഞാനും ഒക്കെ ഇങ്ങനെ ടി വി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് കുറേ ആൾക്കാർ ഇന്ന് അതല്ലാതെ വേറെ പൊങ്കാല ഇടുന്നത് കണ്ടപ്പം നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം. അവർ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ണൂർ, കാസർഗോഡ് അവിടെ നിന്നൊക്കെ 10-30 വർഷമൊക്കെ ആയിട്ടും വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഭക്തി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഇതുവരെ ആറ്റുകാൽ അമ്പലത്തിൽ പോലും പോയിട്ടില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പോകണമെന്ന് ആഗ്രഹമുണ്ട്, സാധിച്ചിട്ടില്ല. ഒരു ദിവസം പോകണം, എന്തായാലും ഒരു ദിവസം പോകണം. അങ്ങനെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കണത്. ഞാൻ ഇവിടുന്ന് ഒരു സൂര്യനെ കാണിച്ചു തരാം കേട്ടോ, അടിപൊളിയായിട്ട് കാണുന്നത്. നല്ല വട്ടത്തിൽ നല്ല റെഡും ഓറഞ്ചും ഒക്കെ കൂടി കലർന്ന ഒരു പ്രത്യേക തരത്തിലാണ് കേട്ടോ സൂര്യൻ എനിക്ക് ഇവിടുന്ന് കാണാനുള്ളത്. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണുന്നത്. അതായത് വീട്ടിൻ്റെ അവിടെ വെച്ചിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അസ്തമിക്കുന്ന സമയത്ത്. നാളെ ഞാൻ കാണിച്ചു തന്നില്ലേ, കണ്ടോ, നല്ല രസമായിട്ട് കാണുന്നുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ചുയർന്ന് അധിക സമയമായിട്ടില്ല, 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ പോകും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്യാം. അപ്പോൾ ഒന്ന് ഫുഡ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ ഒന്ന് വിരളമായിരിക്കും. അപ്പോൾ അത് കാണാം. ഹായ്, അതെ ഞാനേ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തു മുഖാണ്ടി ഇത്, ഒരു പൊട്ടെങ്കിലും വെച്ചോടെ മുഖത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, ഒരു പൊട്ട് വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പൊട്ടൊക്കെ എടുത്ത് വെച്ചു. ഞാൻ വെള്ളം എടുക്കട്ടെ, വെള്ളം എടുക്കാൻ മറന്നുപോയി. ഇനി നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങല്ലേ, അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത്. കയ്യിലെപ്പോഴും കുറച്ച് വെള്ളം ഉണ്ടാവണം, നമുക്ക് തന്നെ നല്ലതാണ്. അപ്പോൾ ഞാൻ മുച്ചടിക്കാനായിട്ട് ഒക്കെ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് മുച്ചടിക്കാൻ പോവാം. അപ്പം അങ്ങനെ പൊട്ടൊക്കെ വേവിച്ച് ഒരു പരമസുന്ദരിയായിട്ടുണ്ട്. ശരി, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ ഏട്ടൻ ടെറസിൽ നിന്ന് കുറച്ച് ഷവറൊക്കെ എടുത്തിട്ടത് ഞാൻ നടന്നു പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിച്ചു വരാനായിട്ട് എനിക്കൊരു സമയം കിട്ടിയിരുന്നു. ഓരോരോ പണികളെടുത്ത് അങ്ങനെ നടന്ന കാരണം ഞാൻ എല്ലാ ദിവസവും മുറ്റടിച്ച് വരാറുമില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഇന്ന് ചേട്ടൻ ഓഫീസിലേക്ക് നേരത്തെ പോകും വേണം. അപ്പോൾ ഒന്ന് ചേട്ടൻ പാലക്കാട് ഓഫീസിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പോകും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടിച്ച് വാരിയാണ് വൃത്തിയാക്കി അങ്ങ് എടുത്തു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെ അടിച്ച് വാരി കേട്ടോ. അപ്പം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചളി കൂടുതലുണ്ടാവുക. ചുമരുമ്മയ്ക്കായാലും ഇവിടെ മണ്ണിൽ നിന്ന് തെറിക്കുമല്ലോ, മഴക്കാലത്തൊക്കെ നല്ല പോലെ വെള്ളം തെറിക്കും. പിന്നെ പെയിൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ പറമ്പിൽ നിറച്ച് നമ്മൾ മറ്റേ ടൈലൊക്കെ വിരിച്ച് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ വീടിന്? പക്ഷേ ഈ ഇരക്കാലിക്ക് ഇങ്ങനെ ചളി തെറിക്കണേൽ എനിക്ക് ഇതുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളൊന്ന് പെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ലടോ, പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എന്താ ചെയ്യാം, ഇങ്ങനെ അങ്ങ് പോട്ടെ വണ്ടി എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ താമസിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിച്ചു വാരുക, തുടയ്ക്കുക, വൃത്തിയാക്കുക, അതൊക്കെയാണ് വീട് നന്നായി കൊണ്ടുപോകാൻ ഏറ്റവും നല്ലൊരു കാര്യം. പക്ഷേ ഇവിടെ എന്താ പറയണ്ട, ഒരു പ്ലെയിൻ പോണ ശബ്ദം കേട്ടപ്പോൾ, ഫ്ലൈറ്റോ പ്ലെയിനോ എന്താ എന്തെങ്കിലാവട്ടെ, എനിക്ക് വിമാനം എന്നാണ് പറയാം, അത് പോണ ശബ്ദം കേട്ടപ്പോൾ ഞാനതൊന്ന് കാതോർക്കാനായിട്ട് പോയത്. അപ്പം അങ്ങനെ പെയിൻറ്റിങ്ങും ഒക്കെ ഒരു ഇതാണ്,
അപ്പോൾ പണ്ട് കല്യാണ സമയത്ത് എന്തോ പെയിൻറ്റ് ചെയ്തതാണെന്നാണ് ഇവർ പറയണത്. പിന്നെ ചളിയൊക്കെ തെറിക്കും, മഴക്കാലത്ത് നന്നായി ചളി തെറിക്കും. പിന്നെ ഒരു നല്ല പോലെ പുല്ലൊക്കെ ഇല്ലാതിരുന്ന ഒരു പറമ്പായിരുന്നു. ചേട്ടൻ വൃത്തിയാക്കിയതായിരുന്നു. അന്ന് ഞാനും ചേട്ടനും കൂടി വൃത്തിയാക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്കൊരു 2-3 ദിവസം എന്തായാലും നല്ല മഴ കിട്ടി. അതും ഒരു 3 മണി തൊട്ട് രാവിലെ 7 മണി വരെ അങ്ങനെയൊക്കെ. അതാ മഴ എന്ന് പറഞ്ഞാൽ നല്ല കനത്തിലുള്ള മഴയായിരിക്കും. അപ്പോൾ അങ്ങനെ നല്ല മഴ കിട്ടിയതുകൊണ്ട് തന്നെ പുല്ല് വീണ്ടും മുളയ്ക്കാനാക്കി തുടങ്ങി. ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഇരുമ്പാമ്പുളിമ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടായി തുടങ്ങാം. അപ്പം അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മീൻ കറിയിൽ ചാളയിൽ ഇരുമ്പാമ്പുളി ഇട്ടിട്ട് ഒരു നാളികേരം അരച്ച് ഉള്ളൊരു കറിയുണ്ട്, മീൻ കറി. എൻ്റെ അമ്മൂമ്മ വെക്കണം കേട്ടോ. അതുപോലെ ടേസ്റ്റ് അതുപോലെ വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കൂട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഈ മാവൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർ തൊട്ടടുത്ത് കണ്ടോ ഈ ഒരു വീട് ഇവിടെ അവർ മനഃപൂർവ്വം പണിതതാണ്. വീടല്ല, അത് അവരുടെ ഔട്ട് ഹൗസ് പോലെ പണിത് വെച്ചിരിക്കുക, മതിലിനോട് ചേർത്തിട്ട്. ഇവിടെ ചോദിക്കാനും പറയാനെന്ന് വെച്ചാൽ ചേട്ടൻ ഇങ്ങനെ അയൽപ്പക്കം അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് വിട്ടുകൊടുത്തിട്ട് ഇപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മാവിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കളയാം. മാവിൻ്റെ കൊമ്പും പ്ലാവിൻ്റെ കൊമ്പും ഒക്കെ വിടും ഈ 2 വീട്ടുകാർക്കും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു വലിയ മാവുണ്ടായിരുന്നു, അവർ വീട് വയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ മാവൊക്കെ മുറിച്ച് കളഞ്ഞതാണ്. ഈ 2 വീട്ടുകാരെ കൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. അയൽപ്പക്ക സ്നേഹം എന്ന് പറഞ്ഞു നിൽക്കുന്നത് നമ്മളെന്തോ ശത്രുക്കളെ കാണുന്ന പോലെയാണ് കേട്ടോ അവർ 2 കൂട്ടരും നമ്മളോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല. നമ്മൾ അവരോട് ഞാൻ ഇതുവരെ മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ അവർ ഇങ്ങനെ ഈ വീട്ടുകാരായാലും ആരും സംസാരിക്കാറില്ല അവരുടെ അടുത്ത്. അവർ പുതിയ വന്ന് താമസിക്കുന്നു. അവർ 10-20-25 വർഷമായി അറിയില്ല. ഇവർ ഏറ്റവും ഫസ്റ്റ് വന്നത് ഇവരാണ്. ഇവർ വന്നതിന് ശേഷമാണ് ഈ മാവും പ്ലാവും തെങ്ങൊക്കെ വെച്ച് ഒരു 10-35 വർഷമായി ഇവിടെ താമസിക്കുന്നു. എൻ്റെ വീട്ടുകാർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ. അപ്പോൾ ഇവരുടെ അച്ഛൻ ഇവിടെ സ്ഥലം മേടിച്ചു വീട് വെച്ചതാണ്. എല്ലാവരും അങ്ങനെ തന്നെ വീട് വെച്ചതാണ്. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പോൾ ഇവർക്ക് വലിയ ശല്യക്കാരാണ്. ഈ മരവും പ്ലാവൊക്കെ ഉള്ളത് കൊണ്ട് അവരാണെങ്കിൽ അവിടെ കുഞ്ഞു പ്ലാവും തെങ്ങൊക്കെ വെച്ച് കൊടുക്കും. അത് വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ മരക്കൊമ്പുകൾ വെട്ടിമുറിക്കുന്നത്. അല്ലാതെ അവർക്ക് വീട്ടിലേക്ക് വന്നിട്ടൊന്നുമല്ല. അവരുടെ ചെടികൾ അവിടെ വെച്ച് അതും മതിലിനോട് ചേർത്തിട്ട് വെച്ചിരിക്കുന്നത്. അത് ചോദിക്കാനും പറയാൻ ആരുമില്ല. അത് നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ പോട്ടെ വണ്ടി എന്ന് വിചാരിച്ചു. എല്ലാ വണ്ടികളും ഇങ്ങനെയാണല്ലോ പോകേണ്ടത്, എന്താ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ അടിച്ചു വാരി കൂട്ടിയിട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു ഭാഗത്തെ പണികൾ മാത്രമാണ്. ഞാൻ എന്നിട്ട് വീട് മൊത്തം അടിച്ചു വാരി ഇട്ടു കേട്ടോ. കാരണം എനിക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ ഇത്രയല്ല. നിങ്ങളിപ്പോൾ അടിച്ചു വരണം വീഡിയോ മാത്രമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ. എനിക്കാണെങ്കിൽ നമുക്ക് ബോറടിയൊന്നുമില്ല. എല്ലാ ദിവസവും നേരത്തെ രാവിലെ എണീക്കുക, വീട്ടിലെ പണികളെടുക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ അത് എന്നെ സ്നേഹിക്കുന്നു എന്ന് കുറച്ച് പേരെങ്കിലും എന്നെ കാണുന്നു എന്നുള്ളതൊക്കെ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഒരു പണികൾ വീട്ടിൽ ചെയ്യാതിരുന്ന ഞാൻ വീട്ടിലെ പണികളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നു. അജിന്തി പ്രസാദ് ഫാമിലി സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.